ശരി, മനു തിരിച്ചു വരാം. മറ്റു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് അമേരിക്ക ഇനി പേടിക്കണം എന്നുള്ളതാണ്. മറ്റൊന്നുമല്ല, ചൈനയുടെ മിസൈൽ ശേഷി അവർ വല്ലാതെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകൾ എന്ന പുതിയ സംവിധാനം അത് അമേരിക്ക വരെ എത്തും തരത്തിലാണ് വികസിപ്പിച്ചിരിക്കുന്നത്. ആകാശത്ത് നിന്ന് ആകാശത്തേക്ക് തൊടുക്കാവുന്ന ആയുധങ്ങൾ ഉപയോഗിക്കാൻ ശേഷിയുള്ള ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളുകൾ വികസിപ്പിച്ചുകൊണ്ടാണ് ചൈന തങ്ങളുടെ ശേഷി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ചൈനയുടെ DF-17 മിസൈലിൽ നിന്ന് വിക്ഷേപിക്കുന്ന HGVക്ക് 2414 കിലോമീറ്റർ വരെ, ഇത് അമേരിക്കൻ പ്രദേശമായ ഗ്വാമിൽ വരെ എത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ വികസിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സമീപകാലത്തായി അമേരിക്കയുടെ ദീർഘദൂര പ്രതിരോധ ശേഷിയിലൊക്കെ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം വലിയ ആയുധ നഷ്ടമൊക്കെ സംഭവിച്ച പശ്ചാത്തലത്തിലാണ് ഭാവിയിൽ അമേരിക്കയ്ക്ക് കൂടി ഭീഷണിയാകുന്ന വിധത്തിൽ ചൈനയുടെ പുതിയ ചില നീക്കങ്ങൾ എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് വേണമെങ്കിൽ അമേരിക്കയുടെ സംസ്ഥാനമായ ഹവായ് വരെ എത്തത്തക്ക രീതിയിലുള്ള വികസനം വരികയും ചെയ്യുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മനു, ചെറിയ കാര്യമല്ലല്ലോ ചൈനയിൽ നിന്ന് അമേരിക്ക വരെ ഒരു മിസൈൽ എത്തിക്കുക എന്നുള്ളത്. വലിയ പുരോഗതിയാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം. പല രംഗങ്ങളിൽ വമ്പൻ കുതിപ്പുചാട്ടം നടത്തുന്ന ചൈനയുടെ പുതിയ ലക്ഷ്യം അമേരിക്കയാണോ? രഞ്ജിത്ത്, ഇപ്പോൾ ഒരു സൈനിക ശക്തി വർദ്ധിപ്പിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളിപ്പോൾ കരയുദ്ധങ്ങളേക്കാൾ ഒക്കെ ഇപ്പോൾ നമുക്ക് അമേരിക്ക ഇറാനിൽ ആക്രമിച്ച കാണുമ്പോൾ ദൂര സ്ഥലത്ത് നിന്നുകൊണ്ട് ആക്രമിക്കാൻ കഴിയുന്നൊരു ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് സൈനിക ശക്തി കൂടുതൽ ബലപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ ഇപ്പോൾ വരുന്നത്. അത് സ്വാഭാവികമായും ചൈന വർദ്ധിപ്പിക്കുന്നു. അത് എല്ലാ രാജ്യങ്ങളും വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയും ഇപ്പോൾ ബ്രഹ്മോസൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഈ പ്രഹരശേഷി, മിസൈലുകളുടെ പ്രഹരശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ശ്രമം നടത്തുന്നു. അപ്പോൾ ചൈന പക്ഷേ ഇത്രയും ഒരു വലിയ ഒരു 2414 കിലോമീറ്റർ ദൈർഘ്യത്തിന് അപ്പുറത്തേക്ക് ഒരു മിസൈലിന് പ്രഹരശേഷി ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ആ 2400 കിലോമീറ്റർ റേഡിയസിനകത്തുള്ള തന്ത്രപ്രധാനമായ ഇടങ്ങൾക്കൊക്കെ അതൊരു ഭീഷണിയായി നിലനിൽക്കുകയാണ്. ഏതായാലും ചൈന ഒരു HGV അവിടെ തയ്യാറെടുക്കുന്നു. അത് ഹൈപ്പർസോണിക് ഗ്ലൈഡിംഗ് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ അത് അത്രയും വേഗതയാണത്. ഹൈപ്പർസോണിക് ആയിട്ടുള്ളൊരു ശബ്ദതരംഗത്തിൻ്റെ അതിനേക്കാൾ വേഗതയുള്ള ഒരു വെഹിക്കിൾ എന്ന നിലയിലാണ്. അതിൽ നിന്നാണ് ഈ D-17 ഫയർ ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നത്. അതിനാണ് ഈ 4000-ഓളം കിലോമീറ്ററുകൾ, അല്ലെ 2414 കിലോമീറ്ററുകളുടെ ദൂരപരിധിക്ക് അപ്പുറത്ത് പ്രഹരശേഷിയുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു AWACS എന്ന് പറയും, അത് ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ സംവിധാനമുള്ള ഒരു എയർക്രാഫ്റ്റാണ്. ആ എയർക്രാഫ്റ്റിൽ നിന്നാണ് ഇത്തരം മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക്കായി കൺട്രോൾ ആൻഡ് വാർണിംഗും കൺട്രോളും നൽകാൻ കഴിയുന്ന ഒരു എയർക്രാഫ്റ്റിൽ നിന്ന്, അതിൻ്റെ ഒരു ഏരിയൽ കമാൻഡിൽ നിന്ന് ഇത് വിക്ഷേപിക്കാൻ കഴിയുന്നു. അതിന് 2-3 ഘടകങ്ങളുണ്ട്. അതിന് ഇൻ്റലിജൻസ്, സർവൈലൻസ്, ഇതിനൊക്കെ ഇത് പ്രയോജനപ്പെടുത്താം. ഏരിയൽ റീഫ്യൂവലിങ്ങിന് പ്രയോജനപ്പെടുത്താം. അപ്പോൾ അതുപോലെ ഹൈ വാല്യൂ സപ്പോർട്ട് എയർക്രാഫ്റ്റ് എന്ന തലത്തിൽ അതിനെ അങ്ങനെ കാണാനും കഴിയും. അപ്പോൾ D-17 2414 കിലോമീറ്റർ കടക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്ത തലമുറ D-27 8000 കിലോമീറ്റർ കടക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹവായ് ദ്വീപുകൾ വരെ ഇതിൻ്റെ റേഞ്ച് വരികയാണ്. അപ്പോൾ ചൈനീസ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു ദീർഘകാല ഭീഷണിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാനും ബെയ്ജിങ് ഉൾപ്പെടെയുള്ള അതിൻ്റെ വ്യാപാര പങ്കാളികൾക്കുമെതിരെ സാമ്പത്തിക ഉപരോധം വിപുലീകരിക്കാൻ ഒരുങ്ങുന്ന പദ്ധതികൾ അമേരിക്ക പ്രഖ്യാപിച്ചതിനെ തുടർന്ന് തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് ചൈന വ്യക്തമാക്കി. നിയമവിരുദ്ധവും ഏകപക്ഷീയമായ ഉപരോധങ്ങളെന്ന് വിശേഷിപ്പിച്ച നടപടികളെ ചൈന ശക്തമായി എതിർക്കുന്നുവെന്നും തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ചൈന മുന്നറിയിപ്പ് നൽകുകയാണ്. ഇറാനിയൻ തുറമുഖങ്ങളുടെ ഉപരോധം മൂലം വ്യാപാരത്തിൽ കുറവുണ്ടായില്ലെങ്കിലും ഇറാനിയൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താവ് ചൈനയാണ് എന്നും പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.